Hi friends, അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് ഇപ്പോൾ നമുക്ക് കേരളത്തിലെ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. നമ്മൾ ആ ക്ലബ് ഹൗസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വളരെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. അപ്പോൾ 2020 അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ് എന്നുള്ളത്. നമ്മൾ ഒരുപാട് പേര് പല സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുന്നുണ്ടാവും, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് അതുപോലുള്ളത്. എന്നാൽ അതിൽ നിന്നും ക്ലബ് ഹൗസിനെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഇത്രയും നാളെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോട്ടോസും വീഡിയോസും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ക്ലബ് ഹൗസിനകത്ത് നമുക്ക് നമ്മുടെ ഓഡിയോ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയൂ. അപ്പോൾ അതാണ് ക്ലബ് ഹൗസും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അതായത് മറ്റുള്ളതിൽ നമുക്ക് ഓഡിയോയും ഷെയർ ചെയ്യാൻ പറ്റും, എന്നാൽ ഇതിൽ ഓഡിയോ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് 2020 അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ iOS മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ 2021 അവർ ആൻഡ്രോയിഡിലും കൂടെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്കൊക്കെ ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ കേരളത്തിൽ വളരെ ട്രെൻഡിങ്ങിൽ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ജോയിൻ ചെയ്യാം, ഇതിനകത്ത് എൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്തൊക്കെയാണ്, ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ അവർ കുറച്ച് ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു യൂസർ അത് ഉപയോഗിക്കുന്നവർ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷനിലായിരിക്കും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു യൂസേഴ്സ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഒരു ഇൻവിറ്റേഷൻ അയക്കാൻ പറയുക. ഇല്ലാന്നെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അതിനകത്ത് ജോയിൻ ആവുന്നതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്താണ്, അതിലെങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്കൊരു സ്ക്രീൻ റെക്കോർഡർ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾ ജോയിൻ ആയി കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് സ്റ്റാർട്ട് റൂം, നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ, ഒരു ബെല്ലിൻ്റെ ബട്ടൺ, ഒരു കലണ്ടറിൻ്റെ ഐക്കൺ, അതുപോലെ ഒരു മെസ്സേജിൻ്റെ സിമ്പിൾ, ഇത്രയും നമുക്കുണ്ടാവും. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ പ്രൊഫൈൽ നോക്കാം. ജസ്റ്റ് നമ്മുടെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, നമ്മൾ എത്ര പേരെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം, നമ്മൾ ആരാണ് നോമിനേറ്റ് ചെയ്തത്, നമ്മൾ എത്ര ക്ലബ്ബ് ഇതിനകത്ത് മെമ്പറാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അതുപോലെ ഈ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ആക്ടിവിറ്റീസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. നമ്മുടെ ഏതൊക്കെ ഫ്രണ്ട്സ് ഇതിനകത്തുണ്ട്, വന്നിട്ടുണ്ട്, ആരൊക്കെ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവരെ ഫോളോ ചെയ്യണോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ആക്ടിവിറ്റിക്കകത്ത് കാണാൻ പറ്റും. ഇനി ഈ ഷെഡ്യൂൾഡ് എന്നുള്ള ഓപ്ഷൻ, അതായത് ഈ കലണ്ടറിൻ്റെ സിമ്പലിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്കമിങ് ഫോർ യു എന്നുള്ളൊരു ഓപ്ഷൻ കാണിച്ചിരിക്കും. അതായത് നമുക്കിപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന റൂമുകൾ, ഓഡിയോ റൂമുകൾ ഏതൊക്കെയെന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ഈ ഷെഡ്യൂൾ ബട്ടണിനകത്ത് അറിയാൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇവൻറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് മൈ ഇവൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അറിയാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ മെസ്സേജിൻ്റെ സിമ്പിളാണ്. ഇവിടെ നമ്മുടെ ഏതൊക്കെ ഫ്രണ്ട്സ്, അതിനകത്ത് കോൺടാക്ട്സിൽ എത്ര പേർക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരാരൊക്കെ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അവരെ പേര് നേരെ ഇൻവൈറ്റ് എന്നുള്ള ബട്ടൺ കാണും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അവരുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ബട്ടൺ പോകും. ഇല്ലാന്നെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫോൺ ബുക്കിനകത്ത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം. അതുപോലെ ഇനിയൊരു ബട്ടൺ ഉള്ളത് സെർച്ച് ബട്ടണാണ്. ഈ സെർച്ച് ബട്ടണിനകത്ത് നമുക്കറിയാമെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യാം. അതിന് അവരുടെ പേര് ഇതിനകത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ക്ലബ്ബ് നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ക്ലബ്ബ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ക്ലബ്സിൻ്റെ അവിടെ നമുക്ക് പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്ക് അവരെ കാണാൻ പറ്റും, ആ ക്ലബ്ബുകൾ കാണാൻ പറ്റും. അതുപോലെ നമുക്കറിയാവുന്ന ആൾക്കാരെ നമ്മളെ പേര് സെർച്ച് ചെയ്ത് ആ ആൾക്കാരുടെ ഡീറ്റെയിൽസ് അതിനകത്ത് വരും, നമുക്ക് അവരെ ഫോളോ ചെയ്യാനും പറ്റും. അതിന് ഈ സെർച്ച് ബട്ടൺ യൂസ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ ഇതിനകത്ത് ഒരു ഓഡിയോ ചാറ്റ് റൂമിനകത്ത് കയറാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ UAE ഒരുപാട് ചാറ്റ് റൂമുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചാറ്റ് റൂമിൽ ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചാറ്റ് റൂമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആ ചാറ്റ് റൂമിനകത്ത് നമ്മൾ ആഡായിട്ടുണ്ട്. നമ്മൾ ഓരോ ചാറ്റ് റൂമിൽ ആഡാകുമ്പോഴും നമ്മൾ ലിസണർ എന്നുള്ളൊരു ഓപ്ഷനിലായിരിക്കും നമ്മൾ കിടക്കുന്നത്. അതായത് ഏറ്റവും താഴ്ഭാഗത്തുള്ള കയറ്റം അതേ ഇൻ ദ റൂം എന്നുള്ള ഓപ്ഷനകത്തായിരിക്കും നമ്മുടെ പ്രൊഫൈൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ആ റൂമിനകത്ത് കയറുമ്പോൾ ഇല്ല. നമ്മൾ ജസ്റ്റ് ലിസണർ മാത്രമായിരിക്കും. അതായത് ആ ഗ്രൂപ്പിൽ എന്തൊക്കെ സംസാരിക്കുന്നോ അതെല്ലാം നമുക്ക് നിശബ്ദമായിട്ട് ഇരുന്ന് കേൾക്കാൻ മാത്രമേ നമുക്കൊരു ഗ്രൂപ്പിൽ കയറുമ്പോൾ കഴിയത്തുള്ളൂ. ഇതിനകത്ത് ആദ്യത്തെ കാറ്റഗറി നിങ്ങൾക്ക് കാണാം, ഒരു ഗ്രീൻ കളറിലൊരു സ്റ്റാറൊക്കെ വെച്ചിട്ട് കുറേ ഓപ്ഷൻസ് ഓരോ മെമ്പേഴ്സിൻ്റെ നേരെ ഉള്ളത്. അവരാണ് ഈ ഗ്രൂപ്പിൻ്റെ മോഡറേറ്റേഴ്സ്. അപ്പോൾ ഈ മോഡറേറ്റേഴ്സാണ് ഈ ഗ്രൂപ്പിലെ ലിസണറിൽ നിന്ന് സംസാരിക്കാൻ താല്പര്യമുള്ളവരെ
ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, സ്പീക്കേഴ്സ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പം നമ്മളൊരു ഗ്രൂപ്പിൽ കയറി നമുക്ക് ആ ഗ്രൂപ്പിൽ നമ്മുടേതായിട്ടുള്ളൊരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഗ്രൂപ്പിൻ്റെ ഈ സ്ക്രീനിൽ താഴ്ഭാഗത്തായിട്ട് ഒരു ഹാൻഡിൻ്റെ സിമ്പിൾ കാണാം, ഒരു കയ്യിലെ ഒരു സിമ്പിൾ. നിങ്ങൾ ജസ്റ്റ് ആ കയ്യിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹാൻഡ് റൈസിങ് എന്നുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഹാൻഡ് റൈസിങ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അതായത് മോഡറേറ്റേഴ്സിനെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് ഹാൻഡ് റൈസിങ്, അങ്ങനെ നമുക്ക് ഓരോ ഓപ്ഷൻസ് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹാൻഡ് റൈറ്റിങ്സ് ഓഫ് ചെയ്തിട്ടിരിക്കും, അതുകൊണ്ട് നമുക്ക് അതിനകത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. അവർ ഹാൻഡ് റൈസിങ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ. ഞാൻ വേറൊരു ഗ്രൂപ്പിൽ കയറി നോക്കാം. ഇപ്പോൾ ഞാൻ വേറൊരു ഗ്രൂപ്പിനകത്തേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഞാൻ ആ ഹാൻഡ് റൈസിങ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാം യു റേസ്ഡ് യുവർ ഹാൻഡ് വി വിൽ ലെറ്റ് ദ സ്പീക്കർ എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് അതിനകത്ത് ഓൾറെഡി ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ മേ ബി ലേറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഹാൻഡ് റൈസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് സംസാരിക്കാൻ പറ്റും. ഇനി നമുക്ക് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മൈക്കിൻ്റെ സിമ്പിൾ വരും. ഇപ്പോൾ നമുക്ക് ഈ മോഡറേറ്റേഴ്സിനകത്തും സ്പീക്കേഴ്സിനകത്തും കിടക്കുന്ന ആൾക്കാരുടെ മൈക്കിൻ്റെ സിമ്പിൾ ഓഫായി കിടക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൈക്കിൻ്റെ സിമ്പിൾ ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഗ്രൂപ്പിനകത്ത് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. നമുക്കിപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഹാൻഡ് റൈസ് ചെയ്യുക. അപ്പോൾ അവർ ആ ഗ്രൂപ്പിലേക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ നമുക്കൊരു ഗ്രൂപ്പിൽ സംസാരിക്കാൻ കഴിയത്തുള്ളൂ. അതുവരെ നമ്മൾ ജസ്റ്റ് ഒരു ലിസണറായിട്ട് മാത്രമായിരിക്കും ആ ഗ്രൂപ്പിൽ തുടരുക. ഇനി നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് വെളിയിലേക്ക് പോകണമെങ്കിൽ ലീവ് ക്വൈറ്റ്ലി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി ആ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ആവും. ഇനി നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പിൽ കയറണം. അതായത് ഇപ്പം ഞാനിപ്പോൾ ഈ നാടൻ വൈബ്സ് അൺലിമിറ്റഡ് എന്നുള്ള ക്ലബിൻ്റെ റൂമിലേക്ക് കയറുകയാണ്. ഞാൻ ആ റൂമിലേക്ക് കയറി. ഇനി ഞാൻ ഈ മുകളിലത്തെ ഹാൾവേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് മിനിമൈസ് ആയി കിടക്കും. പക്ഷേ ഞാൻ ഇപ്പോഴും ആ ഗ്രൂപ്പിലുണ്ട്, അത് മിനിമൈസ് ആയി കിടക്കും. എന്നിട്ട് നമുക്ക് അടുത്ത് വേറെ ഏതൊക്കെ റൂമുകളുണ്ടെന്നുള്ളത് നമുക്കിതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കാം. അതിനകത്ത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു റൂമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് എൻ്റർ ആവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആദ്യം എൻ്റർ ആയിരുന്ന റൂമിൽ നിന്ന് നമ്മൾ ലീവായിട്ട് ഈ പുതിയ റൂമിലേക്ക് നമ്മൾ എൻ്റർ ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് നമുക്ക് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുന്നത്. നിങ്ങളൊരു റൂമിൽ കയറുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൂമിൽ കയറുക, അത് ജസ്റ്റ് ഹാൾവേ കൊടുക്കുക. അപ്പോൾ അടുത്ത വേറെ റൂംസിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണിച്ചിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേറെ ഏത് റൂമിലോട്ടാണ് കയറേണ്ടത് ആ റൂം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി മറ്റേ റൂമിൽ നിന്ന് ലീവായി പുതിയ റൂമിലേക്ക് നിങ്ങൾ ജോയിൻ ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഓരോ ആഡിയോ റൂമിനകത്തേക്ക് നമുക്ക് ജോയിൻ ആയിട്ട് നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓഡിയോ മാത്രമേ ഉള്ളൂ. നമുക്ക് ഓഡിയോ വഴിയാണ് നമുക്ക് പറയാനുള്ളത് മറ്റുള്ളവരായിട്ട് കൺവേ ചെയ്യാനുള്ളതും അവർ പറയാനുള്ളത് നമുക്ക് കേൾക്കാനും മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇമേജോ വീഡിയോസോ നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വളരെ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കുറേ ഫ്രണ്ട്സായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പറ്റും. അതുപോലെ വളരെ സോഷ്യലി നിൽക്കുന്ന കുറേ സബ്ജക്റ്റുകളെ കുറിച്ച് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഗ്ലോബലി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കാനുള്ള കാരണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് എങ്ങനെ ഒരു റൂം ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ആദ്യം ഈ റൂമിൽ നിന്ന് ഞാൻ ലീവ് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഒരു സ്റ്റാർട്ട് റൂം എന്നുള്ളൊരു ഓപ്ഷൻ വരും. നിങ്ങൾ ആ സ്റ്റാർട്ട് റൂം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഓപ്പൺ, സോഷ്യൽ, ക്ലോസ്ഡ് അങ്ങനെ 3 ഓപ്ഷൻസ് കാണിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി 2 ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ താഴെ 2 ക്ലബിൻ്റെ ഓപ്ഷനും കൂടെ കാണിച്ചിരിക്കുന്നത്. നോർമലി ഒരു ന്യൂ യൂസർ ആണെങ്കിൽ ഓപ്പൺ, സോഷ്യൽ, ക്ലോസ്ഡ് അങ്ങനെ 3 കാറ്റഗറിയിലായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഓപ്പൺ എന്താണെന്നുള്ളത് നോക്കാം. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ റൂമാണ്. അതായത് ആർക്ക് വേണമെങ്കിലും അതിനകത്ത് ജോയിൻ ആവാം, ആർക്ക് വേണമെങ്കിലും അതിനകത്ത് സംസാരിക്കണമെങ്കിൽ നമ്മൾ ആ മോഡറേറ്റേഴ്സ് അപ്രൂവ് കൊടുക്കണം. ആർക്ക് വേണമെങ്കിലും നമുക്ക് ജോയിൻ ആവാം. നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേ ആ ഗ്രൂപ്പ് ഗ്ലോബലി അതിനകത്ത് സെർച്ച് ലിസ്റ്റിൽ വരും. ഇനി സോഷ്യൽ എന്ന് പറഞ്ഞത് നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഒരു റൂമിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടു കുറേ റൂമുകളിൽ നമ്മൾ കയറി ഇറങ്ങി, അതുപോലെ നമുക്ക് ആ സോഷ്യൽ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റൂമിനകത്ത് കയറാൻ പറ്റത്തില്ല. ആ റൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റൂമിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്ലോസ്ഡ് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണോ ആഡ് ചെയ്യുന്നത് ആ റൂമിനകത്ത് അവരുമായിട്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അതായത് വേറെ വെളിയിൽ നിന്ന് ഒരാൾക്കും നമുക്ക് ഫോളോ ചെയ്യണവരായാലും നമുക്ക് ഫോളോ ചെയ്യാത്തവരായാലും ആർക്കും ആ റൂമിനകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനാണ് ഒരു ക്ലോസ്ഡ് റൂം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നവരെ മാത്രമേ എനിക്ക് ആ റൂമിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ 3 കാറ്റഗറിയിലാണ്
ഇതിനകത്ത് റൂം വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് ക്ലബ്ബും ക്രിയേറ്റ് ചെയ്യാം. ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് മെമ്പർ ഓഫ് എന്നുള്ളതിൻ്റെ അവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തിടാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി 2 ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലബിൻ്റെ സിമ്പിൾ പ്രസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഷെഡ്യൂൾഡ് റൂം വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ആ ക്ലബിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ക്ലബിനകത്തുള്ള റൂമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഗ്രീൻ കളർ ഹോമിൻ്റെ ബട്ടണും കൂടെ അതിനകത്ത് കാണിച്ചിരിക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തൊരു 4 മെമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിലും ഇതിനകത്ത് റൂം ക്രിയേറ്റ് ചെയ്യാം, റൂം ഷെഡ്യൂൾ ചെയ്യാം. അപ്പോൾ അങ്ങനത്തുള്ള ഓപ്ഷൻസ് നമുക്ക് ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ ക്ലബിനെ നമുക്ക് ക്ലബ്ബിൽ ഇപ്പം ഏതെങ്കിലും ഒരു ക്ലബ്ബ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഫോളോ ചെയ്തിടുമ്പോഴത്തേക്ക് അവരടുത്ത് എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റിനെ കുറിച്ച് ഓഡിയോ റൂമുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതറിയാനും പറ്റും, നമുക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഓപ്ഷൻ. ഇനി ഞാനൊരു റൂം ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓപ്പൺ റൂം ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇതിനകത്ത് ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ. ഇനി വേറെ ഏതെങ്കിലും മെമ്പേഴ്സ് ഇത് സെർച്ച് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനൊരു റൂം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി അതിനകത്ത് മോഡറേറ്ററാണ്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ആൾക്കാരെ എനിക്ക് അതിനകത്ത് മോഡറേറ്ററായിട്ട് എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ നമുക്ക് താഴെ ഹാൻഡ് റൈസിൻ്റെ താഴെയായിട്ട് നമുക്കൊരു മൈക്കിൻ്റെ ഒരു ബട്ടൺ കൂടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന ഓഡിയോ ഇതിനകത്ത് റെക്കോർഡിംഗ് ആണ്. അതാണ് എൻ്റെ ഒരു ഫോട്ടോയുടെ ചുറ്റിനും ഒരു ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഞാൻ ഓഡിയോ പറയുന്നതനുസരിച്ചാണ് അതിനകത്തൊരു വ്യത്യാസം കാണുന്നത്. ഞാൻ ഈ മൈക്കിൻ്റെ ബട്ടണിൽ ഒരിക്കൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ മൈക്ക് മ്യൂട്ടായി. ഇപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ മൈക്ക് മ്യൂട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് ആർക്കും കേൾക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വേറെ മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അവർക്കും ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയത്തില്ല. ഇനി ഇവിടെ ഒരു ഹാൻഡ് റൈസിൻ്റെ പടമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈസ്ഡ് ഹാൻഡ്സ് അത് ഓപ്പൺ ടു എവരി വൺ എന്നുള്ളതാണ് ഞാനിപ്പം കിടക്കുന്നത്. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് ഓഫും ചെയ്യാം. ലിമിറ്റഡ് ടു ഫോളോഡ് ബൈ ദ സ്പീക്കേഴ്സ്, ഈ 3 ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പിനകത്ത് കയറിയിട്ട് നമ്മൾ ഹാൻഡ് റൈസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ റെഡിലായിരിക്കും വന്നിരിക്കുന്നത്. നമുക്ക് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അത് ലിമിറ്റഡ് ടു ഫോളോഡ് ബൈ ദ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ മോഡറേറ്റായിട്ടോ അല്ലെങ്കിൽ സ്പീക്കേഴ്സായിട്ട് നിൽക്കുന്നവരെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓഫും ചെയ്തിടാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ വെറും ലിസണറായിട്ട് മാത്രമേ നമുക്ക് ആ ഗ്രൂപ്പിൽ തുടരാൻ കഴിയത്തുള്ളൂ. അവരെപ്പോഴെങ്കിലും ആ ഗ്രൂപ്പിൽ ഈ റൈസ് ദ ഹാൻഡ്സ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് സംസാരിക്കാനുള്ള അവസരമുള്ളൂ. അപ്പോൾ ഇതാണ് ആ റൈസ്ഡ് ഹാൻഡ്സ് എന്നുള്ള ഓപ്ഷൻ. ഇനി ഇതിനകത്തൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യുന്നവരെ വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിന് ജസ്റ്റ് അവരുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ വാട്സാപ്പിലോ മെസ്സേജായിട്ടോ എങ്ങനെ ആയാലും നമുക്ക് അവരെ ഷെയർ ചെയ്ത് ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു റൂം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായി, ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമുക്ക് ഈ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പം ഓൾറെഡി ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്. അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് നമുക്ക് ലൈവ് ചാറ്റാണ്. അതായത് നമ്മൾ ലൈവ് ഇൻട്രാക്ഷനാണ്. ഓഡിയോ വഴി ലൈവ് ഇൻട്രാക്ഷനാണ്. നമ്മളിപ്പോൾ ഒരു ഫോൺ വിളിച്ച് നമ്മൾ സംസാരിക്കും പോലെ തന്നെ നമുക്ക് ഗ്ലോബലി ഉള്ള ആര് പറ്റുവാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അതിപ്പോൾ നമ്മുടെ കേരളത്തിലെ മലയാളം ഗ്രൂപ്പുകൾ മാത്രമല്ല, നമുക്കിപ്പം ഈ കമ്മ്യൂണിറ്റിക്കൽ ക്ലബ്ബ് വെൽക്കം ടു ക്ലബ് ഹൗസ് എന്നുള്ളത് ഒരു ഗ്ലോബൽ ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്തുള്ള ആൾക്കാരെ നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ഗ്ലോബലി ഉള്ള ഗ്രൂപ്പാണെന്ന്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്ലോബലി ഉള്ള റൂമുകളിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ലോക്കലി നമ്മുടെ ചുറ്റുപാടുമുള്ള റൂമുകളിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻവൈറ്റ് കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ കയറാതിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലുള്ള പല രസകരമായ വിഷയങ്ങളും നമുക്ക് മറ്റു പല വീഡിയോകളും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.